Hi friends, in today's class we are going to learn about interrupt handling in RTOS environment. So real time operating system environmentലെ ഇൻട്രപ്റ്റ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രപ്റ്റ് എന്താണെന്നും അതിൻ്റെ കറസ്പോണ്ടിങ് സർവീസ് റൂട്ടീൻ എന്താണെന്നും ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ പറയുന്നത് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ്. ഓക്കെ, നമ്മൾ ഇപ്പം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായാലും മിക്കവാറുമുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻസിനായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസിനേക്കാളും അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ ടാസ്കിനേക്കാളും ഒക്കെ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻസിനാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ISRന് ഒരിക്കലും ഒരു ഷെയർഡ് റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമോ ഒന്നും വരുന്നില്ല. സോ ISR ഡിസ് നോട്ട് വെയിറ്റ് ഫോർ എ സെമാഫോർ, മെയിൽ ബോക്സ് മെസ്സേജ് ഓർ ക്യൂ മെസ്സേജ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ എനി മ്യൂടെക്സ് ഓൾസോ. ഓക്കെ, മ്യൂടെക്സ് ഒക്കെ നമുക്കറിയാം സെമാഫോർ തന്നെയാണ്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. Then there are three alternative systems are there for interrupt handling in real-time operating system. First method is direct call to an ISR by an interrupting source and ISR sending an ISR enter message. Okay, so ഇതിൽ വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വരുന്നു. ഇൻട്രപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹാർഡ്വെയറിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് സ്റ്റെപ്പ് 1. Some interrupt is coming from sources I. Okay, so അത് ആക്ച്വലി ഇൻട്രപ്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി കോൾ ചെയ്യുന്നത് ഈ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിനെ തന്നെയായിരിക്കും. ഓക്കെ, സോ പുറത്തുനിന്നൊരു ഇൻട്രപ്റ്റ് വരുന്നു. ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് ടാസ്ക് ഷെഡ്യൂളർ ഷെഡ്യൂൾ ചെയ്ത് ഡയറക്റ്റ്ലി ഇറ്റ് വിൽ ബി കോളിംഗ് ദി ISR. Okay, and inside this while it is executing the ISR, there may be some chances for producing some messages or something. So അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ മേ ബി പാസിങ് സം മെസ്സേജസ് ഇൻ ദ മെസ്സേജ് ക്യൂ ഓർ സംതിങ്. ഓക്കെ, മെയിൽ ബോക്സിലോ മെസ്സേജ് ക്യൂവിലോ കൊടുക്കുന്നു. സോ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ അതിന് ശേഷം ഇപ്പോൾ ഇടയിൽ എന്തെങ്കിലും ഈവൻറ്റ് മെസ്സേജസ് കൊടുക്കുന്നു, ഒരു ഇവൻറ്റിനെ നോട്ടിഫൈ ചെയ്യുന്നു. അതാണ് ഈ തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, സോ അപ്പം ISR ആണ് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും മെസ്സേജസോ ഇവൻറ്റ്സ് നോട്ടിഫിക്കേഷനോ ഒക്കെ പാസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് ISR, അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. സോ ഇറ്റ് വിൽ നോട്ടിഫൈസ് ദ കേർണൽ ദാറ്റ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ടാസ്ക്. അതാണ് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. സോ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ടേക്ക് ഓവർ ദ കൺട്രോൾ ആൻഡ് വിൽ സ്റ്റാർട്ട് എക്സിക്യൂട്ട് സം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. സോ അപ്പം ഡയറക്റ്റ്ലി ഇൻട്രപ്റ്റ് ചെയ്യുന്ന സോഴ്സ് ഏതാണോ അത് തന്നെ അതിന് കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഇൻട്രപ്റ്റ് ISRൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ അത് തിരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു, നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ RTOS ഫസ്റ്റ് ഇൻട്രപ്റ്റിംഗ് ഓൺ ആൻ ഇൻട്രപ്റ്റ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾസ് ദ കറസ്പോണ്ടിങ് ISR. ഓക്കെ, അതായത് സോഴ്സിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് നേരെ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കാണ്. So operating system will be receiving the interrupt. Okay, then whenever it gets an interrupt request, it will save its context. Okay, ഇപ്പം നമ്മൾ ഏത് ടാസ്ക് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് സേവ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ കോൾ ദി ISR. സോ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ISRനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, സോഴ്സ് ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ CPU എന്ത് പ്രോസസ്സാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നു. കോണ്ടെക്സ്റ്റ് സേവ് ചെയ്തതിന് ശേഷം ആ പെർട്ടിക്കുലർ ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISRനെ കോൾ ചെയ്യുന്നു. Okay, so in between the execution of ISR there may be some chances for producing some messages or something. So that will be in the fourth step. Okay, so after completing the ISR execution,
it will notify the operating system that I have completed this execution. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ഈസ് ദ സെക്കൻഡ് വൺ. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് എക്സ്റ്റേണൽ സോഴ്സ് വിൽ ബി ഇൻറ്ററപ്റ്റിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോളിംഗ് ദി ISR റൂട്ടീൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരുന്നു, സോഴ്സ് തന്നെ ഡയറക്റ്റ്ലി ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനെ കോൾ ചെയ്യുവാണ്. സോ അപ്പോൾ അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് സേവിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഡയറക്റ്റ്ലി that ISR will be started execution. അതാണ് ഈ രണ്ട് മെത്തേഡ്സ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ RTOS ഫസ്റ്റ് ഇൻറ്ററപ്റ്റിംഗ് ഓൺ ആൻ ഇൻറ്ററപ്റ്റ്, ദെൻ RTOS ഇനിഷ്യേറ്റിംഗ് ദ ISR ആൻഡ് ദെൻ ആൻ ISR. അതായത് ഇതിനകത്ത് രണ്ട് ലെവൽസ് ഓഫ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് ആണ് ചെയ്യുന്നത്. RTOS ക്യാൻ പ്രൊവൈഡ് 2 ലെവൽസ് ഓഫ് ISRs. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫാസ്റ്റ് ലെവൽ ISR, FLISR. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ് ISR. ഇനി രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് സ്ലോ ലെവൽ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് ISR. ഓക്കെ, ഫാസ്റ്റ് ലെവൽ ISRൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഇൻറ്ററപ്റ്റ് ലേറ്റൻസി. ഓക്കെ, ഇൻറ്ററപ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു ലേറ്റൻസി കുറയ്ക്കാനായിട്ട് ഫാസ്റ്റ് ലെവൽ ഇൻറ്ററപ്റ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ലെവലിലായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടേഷനുള്ള, അതായത് ഹാർഡ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കേസസിലാണ് ഇത് കൂടുതൽ വരിക. അതിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് അത് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ലെവൽ ഓഫ് എക്സിക്യൂഷൻ ഈ സ്ലോ ലെവൽ ISRനായിരിക്കും. അപ്പം ആ കിട്ടിയ ഡേറ്റ വെച്ച് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് ആയിരിക്കും. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാർഡ്വെയറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് നോർമലി ഒരു സ്ലോ പ്രോസസ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്, അല്ലേ? ഇപ്പോൾ ആദ്യമേ തന്നെ ഫാസ്റ്റായിട്ടുള്ള ലെവൽ ഓഫ് എക്സിക്യൂഷനിൽ നമ്മൾ ആ ഡേറ്റ ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം അതൊരു ടാസ്കിലേക്കോ അല്ലെങ്കിൽ ISRലേക്കോ പാസ് ചെയ്തിട്ട് പിന്നെ അത് എക്സിക്യൂഷൻ നടത്തുന്നു. ഇതാണ് ഇതിനകത്തുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ലോ ലെവൽ ISRനെ തന്നെ നമ്മൾ ഇൻറ്ററപ്റ്റ് സർവീസ് ത്രെഡ് എന്നും പറയാറുണ്ട്. അത് ഏതിലാ, വിൻഡോസ് C എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സ്ലോ ലെവൽ ISR എന്ന് പറയുന്നതിന് പകരം ഇൻറ്ററപ്റ്റ് സർവീസ് ത്രെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹിയർ IST ഫങ്ഷൻസ് ആസ് എ ഡിഫേർഡ് പ്രൊസീജിയർ കോൾ ഓഫ് ദ ISR. ഇവിടെ ആക്ച്വലി IST നമ്മൾ ഫങ്ഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ISR കോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കോൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ കോളായിട്ടാണ് ഈ IST വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫാസ്റ്റ് ലെവൽ ISRനെ കോൾ ചെയ്യുന്നു, ആ ഫാസ്റ്റ് ലെവൽ ISR നേരെ സ്ലോ ലെവൽ ISRനെ കോൾ ചെയ്യുന്നു. ഓക്കെ, സോ അപ്പം ISR വിത്തിൻ വൺ ISR, ഒരു ISRനകത്തു നിന്ന് വേറൊരു ISRനെ കോൾ ചെയ്യുന്നു, ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ഇൻറ്ററപ്റ്റ് വിൽ ബി കമ്മിങ് ഇൻ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇറ്റ് വിൽ സേവ് ദ current context of the task. Then third step it will call the ISR. Okay, ISRനെ കോൾ ചെയ്യുന്നു. Then in between, in the fourth step, it may be producing some event messages or notifications. Okay, so that will happen in the fourth step. And in the fifth step what happens is this ISR is completed. Okay, ISR കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ നോട്ടിഫിക്കേഷൻ OSന് കൊടുക്കുന്നു. സിക്സ്ത് സ്റ്റെപ്പിൽ OS തന്നെ വീണ്ടും ISTയെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ISR ഇതിന് ISTക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ മെസ്സേജസ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അതിനുശേഷം സിക്സ്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ISTനെ കോൾ ചെയ്യുന്നു. Okay, call IST. Then in the seventh step, after completing this IST, it will return to operating system. Okay, then in the eighth step, last step, it will retrieve the context. Okay, നമ്മൾ നേരത്തെ സേവ് ചെയ്ത കോണ്ടെക്സ്റ്റിനെ റിട്രീവ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻവയോൺമെൻറ്റിനകത്ത് നടക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ ദെൻ ബൈ.